നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് സാറും മേഡവും ഇവിടെ താമസിക്കാന്ന് വെച്ചാ എന്താ ഞങ്ങൾ ഇവിടെ താമസിച്ച എന്താ കുഴപ്പം? അല്ല, ഞങ്ങൾക്കിപ്പോഴും സാറും മേഡവും പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. വിശ്വസിക്കണം. വലിയ വീടൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അവിടെ കിട്ടാത്ത സ്വസ്ഥത ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കണം. അത്രേ ഉള്ളൂ. അല്ല, എവിടെയാ ഞങ്ങളിപ്പോ താമസിക്കുക? നിങ്ങൾ അത് പറയൂ. സാറ് വരണം സാറേ, മേഡവും വരണം. താമസിക്കാനുള്ള സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. ഉള്ള സൗകര്യത്തിൽ സാറിനും മേഡത്തിനും ഇവിടെ താമസിക്കാം. വരൂ സാർ, വരൂ മേഡം. എന്നെ വെല്ലുവിളിച്ചിട്ടാ പാർവതി ഇവിടെ നിന്ന് പോയത്. എന്റെ കൈവശം വന്നു ചേർന്ന ഈ സ്വത്തുക്കളൊക്കെ തിരികെ പിടിച്ചെടുത്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവെന്നാ അവളുടെ ഭീഷണി. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയ അവളെ വെറുതെ വിടാൻ പാടില്ല. അവൾ ഒരിടത്തും സമാധാനത്തോടെ ജീവിക്കരുത്. പുലി മാനിനെ വേട്ടയാടുന്നത് പോലെ അവളെ തുരത്തി തുരത്തി വേട്ടയാടണം. ജീവിതത്തിലുടനീളം അവള് പ്രഭാവതിയെ ഭയപ്പെടണം. അതിനെന്താ അമ്മേ വേണ്ടത്? അമ്മ പറയും. എടാ, എന്റെ കണക്കുകൂട്ടലിൽ അവനും അവളും കയറി ചെല്ലാൻ സാധ്യതയുള്ള ഒരിടവേ ഉള്ളൂ. ഏതാ സ്ഥലം? വിശ്വനാഥൻ കോളനി. വിശാൽ അവളെ അവിടേക്ക് തന്നെ ആവും വിളിച്ചുകൊണ്ട് പോയത്. അവരവിടെ തന്നെ ഉണ്ടാവും. അവരെ അവിടെ നിന്ന് ഇറക്കി വിടണോ? അതാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഏയ്, അതൊരിക്കലും പാടില്ല. പെട്ടെന്ന് ഇറക്കി വിടാൻ പാടില്ല. അങ്ങനെ ഇറക്കി വിട്ടാ പകരം വീട്ടുന്നതിന് ത്രില്ലുണ്ടാവില്ല. മെല്ലെ മെല്ലെ ഇഞ്ചിഞ്ചായിട്ട് വേണം പക തീർക്കേണ്ടത്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പറ. വിശ്വനാഥൻ കോളനിയിൽ അവര് താമസിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ കമ്പനിക്ക് വാടക തരേണ്ടി വരും. ആഹാരത്തിന് പോലും വകയില്ലാത്തവൻ എങ്ങനെ വാടക തരും? വാടക തരാൻ പറ്റില്ല. അവൻ തരില്ല. അന്നേരം വാടക തരാത്തതിന്റെ പേരില് അവനെയും അവളെയും നമുക്ക് കഷ്ടപ്പെടുത്തണം. അതെങ്ങനെ വേണോന്ന് ഞാൻ പറയാം. ആ പിന്നെ ആദ്യം നീ പോയി അവര് വിശ്വനാഥൻ കോളനി തന്നെയാണോ താമസിക്കുന്നതെന്ന് അന്വേഷിക്കണം. ശരി അമ്മേ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പ്രിയ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.